Krishna 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 Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Bhagima Narayana Hare Narayana Narayana Hare Narayana Narayana Hare Narayana Hare Narayana Hare Narayana Om Narasimurte Namah ആചാര്യ ദക്ഷിണ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആചാര്യനെ നല്ലതായിട്ട് സ്വീകരിക്കുക, ഇതൊക്കെ ചെയ്യുക, നല്ല പ്രാർത്ഥിക്കുക, നമുക്ക് ഇനി ആളുകൾ തരാനുള്ള ഇത് വരട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്നും കൊടുക്കുക. അത് കഴിഞ്ഞാൽ പ്രസിഡന്റ് അമല പ്രസിഡന്റ് ചന്ദ്രേട്ട പിടിച്ചെന്നാ മതി, പോയിട്ട് വേഗം വരും. രാമായണം നമ്മളെല്ലാവരും വായിച്ചു. രാമായണം എന്ന് പറയുന്നത് 6 കാണ്ഡമാണെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാവർക്കും അറിയാം. ഈ 6 കാണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നട്ടിലിൻ്റെ ഏറ്റവും അടിയിലുള്ള മൂലാധാരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്ന് തുടങ്ങിയിട്ട് 6 പോയിന്റുകളുണ്ട് നട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത്. ആ 6 സ്റ്റെപ്പുകളും ഒരു സാധകൻ അടിയിൽ നിന്ന് മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരിക. ആ സാധകനാണ് ഹനുമാൻ. ഹനുമാൻ ആ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയും. ആ ഉറങ്ങി ആളെ ഉണർത്തിയെടുക്കണം. ആ ഉണർത്തിയെടുക്കലാണ് നമ്മുടെ ജപം, തപസ്, നമ്മുടെ ഭജനമൊക്കെ ചെയ്യുന്ന ക്ഷേത്രത്തിൽ വരുന്നതൊക്കെ അത് ഉണർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇത് ഉണർത്തി കഴിഞ്ഞാൽ അത് മേലോട്ട് വരും. ഹനുമാന്റെ യാത്രയാണ്, മേലോട്ടുള്ള യാത്രയാണ്. വാൽമീകി രാമായണത്തിലെ ഹനുമാൻ ചാടുന്ന സമയത്ത് മേലോട്ട് നോക്കി എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ലങ്കയിലേക്ക് നോക്കിയെന്നല്ല. മേലോട്ട് നോക്കാന്ന് ശിരസിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ ഉള്ളിൽ കൂടെ ഈ ശക്തി ഇങ്ങനെ ഉയർന്നു വന്ന് നമ്മുടെ ശിരസിലുള്ള ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാവും, അഭിഷേകം നടക്കും. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അനുഭൂതിയിൽ ഉണ്ടാക്കുന്ന അഭിഷേകമാണ്. അതാണ് പട്ടാഭിഷേകം. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലാണ് പട്ടാഭിഷേകം നടക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർഷം വരത്തേക്കുള്ള ഒരു സുഖം നമുക്ക് കിട്ടും. അപ്പൊ ആ അനുഭൂതി ഉള്ളിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രാമായണം ചെയ്യുന്നത്. അതിന് നമുക്ക് 6 കാണ്ഡങ്ങൾ വായിക്കുമ്പോൾ 6 സ്റ്റെപ്പിലൂടെ നമ്മൾ ഉയർന്ന് സഹസ്രാര പത്മം എന്നാണ് ഏറ്റവും മുകളിലുള്ള ആ പോയിന്റിന് പറയുക. അതാണ് നമ്മുടെ ബുദ്ധി കേന്ദ്രം. അവിടെ എല്ലാവർക്കും വികാസം ഉണ്ടാകട്ടെ, രാമായണം പഠിച്ച എല്ലാവർക്കും അങ്ങനെയുള്ള ആ ഒരു ഉയർച്ച എല്ലാവരുടെ ഉള്ളിലും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
കേരളം പരിപാടികളെങ്കിലും സപ്പോർട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. രാഘവ രാമ ശ്രീ രഘുരാമ